കഴിഞ്ഞതോടെ ആളൊഴിഞ്ഞ പൂരപ്പറമ്പായി നിലമ്പൂർ. അഭിമാന പോരാട്ടത്തിൽ സംസ്ഥാന മന്ത്രിമാരും കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളും അടക്കം നിലമ്പൂരിന്റെ മുക്കിലും മൂലയിലും എത്തി. രണ്ടായിരത്തി 2016 കൈവിട്ട UDFന്റെ കോട്ട ആര്യാടൻ ഷോക്കത്തിലൂടെ തിരിച്ചുപിടിക്കണം. വർഷങ്ങൾക്ക് ശേഷം പാർട്ടി ചിഹ്നത്തിൽ സ്വന്തം നാട്ടിൽ തന്നെ മത്സരത്തിനിറങ്ങിയ സ്വരാജ്, പരസ്യമായി വെല്ലുവിളിച്ച് കളത്തിലിറങ്ങിയ അൻവർ, മൂന്ന് മുന്നണിക്കും അഭിമാന പോരാട്ടം. പ്രചരണത്തിനായി കിട്ടിയതാകട്ടെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം. ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത പ്രചരണത്തിനാണ് നിലമ്പൂർ ജനത ഇക്കുറി സാക്ഷ്യം വഹിച്ചത്. ഇടതിന്റെ ക്യാപ്റ്റനായി മുഖ്യമന്ത്രി തന്നെ പഞ്ചായത്തുകളിലിറങ്ങി പ്രചരണം നയിച്ചു. വോട്ടുറപ്പിക്കാനായി CPMന്റെ സംസ്ഥാന നേതാക്കൾ ഓരോ പഞ്ചായത്തുകളും കയറിയിറങ്ങി. പ്രിയങ്ക ഗാന്ധി മുതൽ സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം ഉപതെരഞ്ഞെടുപ്പിനായി മണ്ഡലത്തിൽ എത്തിയതോടെ നിലമ്പൂരുകാർക്കും ഇതൊരു പുത്തൻ അനുഭവമായി. 22 നാൾ നീണ്ട കാടിളക്കിയുള്ള ആവേശോജ്വലമായ പ്രചരണം. മുന്നണികൾ ചരിത്രമാക്കിയ കൊട്ടിക്കലാശം നടന്ന നിലമ്പൂർ ടൗണാണിത്. ഇന്ന് ആളും ആരവുമില്ല. ഈ മാസം 23 വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നിലമ്പൂർ ജനത. രാവുണർന്നാൽ നേതാക്കളുടെ തിക്കും തിരക്കുമായിരുന്നു ഇന്നലെ വരെ നിലമ്പൂരിൽ. ഇന്ന് ചിത്രം മാറി. വർഷങ്ങൾക്ക് ശേഷം പാർട്ടി ചിഹ്നം കിട്ടിയതിന്റെ ആവേശത്തിലായിരുന്നു ഇടത് ക്യാമ്പ്. അതും M സ്വരാജ് ആയതോടെ ആവേശം ഇരട്ടിയായി. നവമാധ്യമങ്ങളിൽ മാത്രമല്ല നഗരഗ്രാമ വ്യത്യാസമില്ലാതെ രാവും പകലും ഉണർന്നു പ്രവർത്തിച്ച തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ ആളൊഴിഞ്ഞ പൂരപ്പറമ്പായി. അമരമ്പലം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലേക്കാണ് മുഖ്യമന്ത്രി ഇക്കുറി എത്തിയത്. MV ഗോവിന്ദൻ, A വിജയരാഘവൻ, KK ശൈലജ അടക്കമുള്ള സംസ്ഥാന നേതാക്കൾ തന്നെ വോട്ടുറപ്പിക്കാൻ ബൂത്തുകളിലേക്ക് ഇറങ്ങി. നിലമ്പൂർ ടൗണിലെ UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസാണിത്. 24 മണിക്കൂറും വാറുമായി പ്രവർത്തിച്ച ഓഫീസ് ഇന്ന് ശൂന്യമായി. പ്രിയങ്ക ഗാന്ധി ഇറക്കി ദേശീയ നേതാക്കൾ ക്യാമ്പ് ചെയ്ത് ഈ ഫ്ലെക്സിൽ കാണുന്ന നേതാക്കൾ ദിവസങ്ങളോളം പ്രചരണം നടത്തിയാണ് നിലമ്പൂർ മണ്ഡലത്തിൽ കളം നിറഞ്ഞത്. പ്രിയങ്ക ഗാന്ധിയായിരുന്നു കോൺഗ്രസിന്റെ പ്രചരണ മുഖം. തൃണമൂൽ കോൺഗ്രസിന്റെ MP യൂസഫ് പത്താനും കൂടി എത്തിയതോടെ തൃശൂർ പൂരത്തിന്റെ മതിപ്പായിരുന്നു നിലമ്പൂരിന്റെ മണ്ണിന്. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും പൾസറിഞ്ഞ് നിലമ്പൂരിൽ പ്രചരണം കൊഴുപ്പിച്ചാണ് മടങ്ങിയത്. ഇനി 2 നാൾ വിശ്രമം. ജനവിധി അനുകൂലമാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് മുന്നണികളെല്ലാം. ഇപ്പോഴുള്ളത് ചരിത്ര വിജയം ആഘോഷമാക്കാനുള്ള ഇടവേളകൾ മാത്രം. 2 നാൾ കൂടി കാത്തിരിക്കാം നിലമ്പൂരിന്റെ മനസ്സറിയാൻ. നിലമ്പൂരിൽ നിന്ന് അനൂപ് S നായർക്കൊപ്പം നിതിൻ അംബുജൻ, 24.